സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങിൽ ഡിസംബർ 2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ലക്ഷ്മി ഇൻഡസ്ട്രീസ് ഇഷ്യൂഡ് ഷെയർസ് ഓഫ് ₹1000 at a premium of ₹10 per share, payable ₹20 on application, ₹35 on allotment, which includes premium, and the balance of the first and final call. Mr. X, who had 200 shares, has paid only the application money, and these shares were subsequently forfeited by the company. In this regard, by which amount share forfeiture account will be credited? സോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഇത് ആക്ച്വലി ഷെയർ ഫോർഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഷെയർ ഫോർഫീച്ചർ എന്താണ്, അതുപോലെ അതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമെങ്കിലാണ് നമുക്കിത് നല്ല രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കാം. ഈ ഒരു തവണ ഒരു ഷെയർ ഫോർഫീച്ചറിൽ വന്നിരിക്കുന്ന എമൗണ്ട് ചോദിച്ച പോലെ നെക്സ്റ്റ് ടൈം നമ്മളോട് ഷെയർ ക്യാപിറ്റലിൽ ഏത് എമൗണ്ട് ആണ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിൽ എന്ത് എമൗണ്ട് ആണ് കാണിക്കേണ്ടത്, ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ്ലി അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഷെയർ ഫോർഫീച്ചർ എന്നുള്ളതാണ്. ഷെയർ ഫോർഫീച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി ഷെയറിൻ്റെ എമൗണ്ടുകൾ നമുക്കറിയാം ഒറ്റയടിക്ക് വാങ്ങിക്കുമല്ല, അല്ല ഒരു വൺ ടൈം പേയ്മെൻ്റ് അല്ല ഇവിടെ നടക്കുന്നത്. പല പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് ഷെയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഷെയറിൻ്റെ ഒരു എമൗണ്ട് ഷെയർ ഹോൾഡറിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. അതിൽ നമുക്കറിയാം, ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ മണി സ്വീകരിക്കും, പിന്നീട് നമ്മൾ അലോട്ട്മെൻറ്റ് മണി സ്വീകരിക്കും, പിന്നീട് അങ്ങോട്ട് സ്വീകരിക്കുന്ന എമൗണ്ടിനാണ് നമ്മൾ കോൾ മണി എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, അങ്ങനെ പോകാം. സോ ഇങ്ങനെ പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് ഈ ഒരു എമൗണ്ട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ മണി എന്താണെങ്കിലും പേ ചെയ്യും. അവർക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അവർ ആപ്ലിക്കേഷൻ മണി എന്താണെങ്കിലും പേ ചെയ്യും. അപ്പോൾ അതിന് ശേഷമുള്ള ഏതെങ്കിലുമൊക്കെ പേയ്മെൻറ്റുകൾ അവർ നടത്താതിരിക്കുകയാണ്, അതിലൊരു വീഴ്ച വരുത്തുകയാണ് എങ്കിൽ, ഏതെങ്കിലും ആകാം, ഈ പറയുന്ന അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ അങ്ങനെ ഏതെങ്കിലും കമ്പനി അടയ്ക്കാൻ ആവശ്യപ്പെട്ട സമയങ്ങളിൽ അതിന് വീഴ്ച വരുത്തുകയാണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ആ ഷെയറുകൾ ക്യാൻസൽ ചെയ്യാം. അതിനെയാണ് നമ്മൾ ഷെയർ ഫോർഫീച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മേ ഹാപ്പൻ ദാറ്റ് സം ഷെയർ ഹോൾഡർ ഫെയിൽ ടു പേ one or more installment, that is allotment and കോൾ മണി. ഓക്കെ, അപ്പം അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ ചിലപ്പോൾ ഇത് രണ്ടും ഒക്കെ അടയ്ക്കാത്ത സാഹചര്യങ്ങളിലാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനൊരു കാര്യം സംഭവിക്കുമ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ജേർണൽ എൻട്രി എല്ലാം റിവേഴ്സ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മുടെ പ്രൊവിഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിക്കിളിലൊക്കെ നമ്മൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ കാര്യങ്ങളെല്ലാം, പ്രൊസീഡിങ്സ് കാര്യങ്ങളെല്ലാം നടക്കുക. ആൻഡ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പറയുന്ന പോലെ ആ ഒരു പെർട്ടിക്കുലർ ഷെയർ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാം റിവേഴ്സ് ചെയ്യും. ഓക്കെ, അതായത് അവിടെ ഡെബിറ്റ് ചെയ്തിരുന്ന ഐറ്റംസ് എല്ലാം ക്രെഡിറ്റ് ആകും, ക്രെഡിറ്റ് ചെയ്ത ഐറ്റംസ് എല്ലാം ഡെബിറ്റ് ആകും. നമ്മൾ അതിൻ്റെ എഫക്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്തല്ലേ വെക്കുന്നത്. ഇപ്പോൾ ഫോർഫീറ്റ് ചെയ്യുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും വിത്ത് ദ എമൗണ്ട് കോൾഡ് അപ്പ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർ ഫോർഫീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നറിയോ? കമ്പനി എത്രയാണോ കോൾഡ് അപ്പ് ചെയ്തത്, അതായത് കമ്പനി എത്ര എമൗണ്ട് വരെയാണോ അടയ്ക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ₹10 ഫേസ് വാല്യൂ ഉള്ളൊരു ഷെയർ ആണെന്ന് വിചാരിക്കാം. കമ്പനി ഇതുവരെ അടയ്ക്കാൻ ആവശ്യപ്പെട്ടത് ₹6 ആണെങ്കിൽ, കമ്പനി ഇതുവരെ കോൾഡ് അപ്പ് ചെയ്തത്, അതായത് നിങ്ങൾ അടയ്ക്കൂ എന്നാവശ്യപ്പെട്ടത് ₹6 അപ്പം ആ ഒരു സിറ്റുവേഷനിലാണ് ഷെയർ ഫോർഫീറ്റ് ചെയ്തെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ₹6 മാത്രമേ കാണിക്കുള്ളൂ, ₹10 കാണിക്കില്ല. കമ്പനി എത്രയാണോ അടയ്ക്കാൻ ആവശ്യപ്പെട്ടത് അത് മാത്രമായിരിക്കും കാണിക്കുക. ആൻഡ് ക്രെഡിറ്റ് ചെയ്യുന്ന എന്തൊക്കെയാണ്? റെസ്പെക്റ്റീവ് അൺപെയ്ഡ് കോൾ, അതായത് എന്തൊക്കെയാണോ അടയ്ക്കാതെ ഉള്ളത്. ഇപ്പോൾ അലോട്ട്മെൻറ്റ് മണി അടിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും, കോൾ മണി എന്തെങ്കിലും അടിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. ആൻഡ് ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് വിത്ത് ദ എമൗണ്ട് ഓൾറെഡി റിസീവ്ഡ്. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ്. ആൻഡ് അവിടെ എന്താ കാണിക്കുന്നത്? ഈ ഒരു വ്യക്തി ആകെ എത്ര രൂപയാണ് അടച്ചിരിക്കുന്നത്, അതായിരിക്കും ഷെയർ ഫോർഫീച്ചറിൽ വരിക. ഓക്കെ, സോ നമ്മൾ ഫേസ് വാല്യൂയിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു ഷെയർ ആണ്, പാറിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു ഷെയർ ആണെങ്കിൽ അതിൻ്റെ ജേർണൽ എൻട്രി ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക: ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, നമ്മളവിടെ കോൾഡ് അപ്പ് എമൗണ്ട് എഴുതും. ടു ഷെയർ ഫോർഫീച്ചർ, അവിടെ നമ്മൾ എന്താ എഴുതുന്നത്? എമൗണ്ട് റിസീവ്ഡ്, നമുക്ക് ആകെ കിട്ടിയ എമൗണ്ട് എത്രയാണോ അത് വേണം എഴുതാൻ. ടു ഷെയർ അലോട്ട്മെൻറ്റ്, അത് അടച്ചിട്ടില്ലെങ്കിലാണ് കേട്ടോ. ഷെയർ അലോട്ട്മെൻറ്റ് അടച്ചിട്ടില്ലെങ്കിൽ അത് കാണിക്കുക. കോളുകൾ ഏതെങ്കിലും ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ അങ്ങനെ അടച്ചിട്ടില്ലെങ്കിൽ അതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പം വിളിച്ചിരിക്കുന്ന എമൗണ്ട്, ആകെ ഈ വ്യക്തി അടച്ച എമൗണ്ട്, അടയ്ക്കാനുള്ള എമൗണ്ട്. അപ്പോൾ ഇത് ഈക്വൽ ആയിട്ടല്ലേ വരത്തുള്ളൂ. ഓക്കെ, ഇനി ഷെയറുകൾ പ്രീമിയത്തിലുള്ളതായിരുന്നുവെങ്കിൽ, പ്രീമിയം ഷെയറുകളായിരുന്നെങ്കിൽ, പ്രീമിയം സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ട് ചെയ്യുന്ന ഷെയറുകളായിരുന്നുവെങ്കിൽ രണ്ട് സിറ്റുവേഷൻസ് വരാം. പ്രീമിയം റിസീവ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്,
പ്രീമിയം റിസീവ് ചെയ്യാത്ത സിറ്റുവേഷൻ ഉണ്ട്. പ്രീമിയം റിസീവ് ചെയ്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച ജേണൽ എൻട്രി എന്തോ അതുപോലെ തന്നെ ജേണൽ എൻട്രി വരത്തുള്ളൂ. ഓക്കെ, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നമ്മൾ പ്രത്യേകം ഡെബിറ്റ് ചെയ്യത്തൊന്നുമില്ല. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ഈ ജേണൽ എൻട്രി ഇത് തന്നെയായിരിക്കും സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ട് ചെയ്ത സിറ്റുവേഷനിൽ. പക്ഷേ സെക്യൂരിറ്റീസ് പ്രീമിയം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് വിത്ത് ദ കോൾഡ് അപ്പ് എമൗണ്ട്. ഇഫ് സെക്യൂരിറ്റീസ് പ്രീമിയം ഇസ് നോട്ട് റിസീവ്ഡ്, സെക്യൂരിറ്റീസ് പ്രീമിയം ഇസ് ഡെബിറ്റഡ്. നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ഇതിന് മുമ്പ് എഴുതിയ ജേണൽ എൻട്രിയിൽ ഒരു ചെറിയ വ്യത്യാസം വരും. ഒരു ഐറ്റവും കൂടെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഏതാണ്? സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് കൂടി നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് ഇപ്പം നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചല്ലേ. അപ്പം ഇനി ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാവുന്നുള്ളൂ. സോ നമുക്ക് അത് ബോർഡിൽ സോൾവ് ചെയ്യാം. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 1000 രൂപയുടെ പ്രീമിയം 10 രൂപ ഉള്ള ഷെയറുകളാണ്
ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിന് 20 രൂപ ആപ്ലിക്കേഷൻ മണി, 35 എന്ന് പറയുന്നത് അലോട്ട്മെന്റ്, ആൻഡ് ബാലൻസ് അവർ കളക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിലാണ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എക്സ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ പാർട്ടിയുടെ ഷെയറുകളാണ് ഫൊർഫീറ്റ് ചെയ്തിട്ടുള്ളത്. സോ മിസ്റ്റർ എക്സ് എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു? 200 ഷെയറുകളാണ് മിസ്റ്റർ എക്സ് ഹോൾഡ് ചെയ്തിരുന്നത്. ഓക്കെ, ആൻഡ് ഹി പെയ്ഡ് ഓൺലി ആപ്ലിക്കേഷൻ മണി. അപ്പോൾ ആകെ ആ ഒരു വ്യക്തി അടച്ചിരിക്കുന്നത് ഈ 20 റുപ്പീസ് മാത്രമാണ്. പിന്നീട് അങ്ങോട്ടുള്ള ഒരു എമൗണ്ടും എക്സ് പേ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ കമ്പനി എന്ത് ചെയ്തു? ഷെയറുകൾ ഫൊർഫീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഷെയർ ഫൊർഫീച്ചർ അക്കൗണ്ടിൽ വരേണ്ടുന്ന എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ഷെയർ ഫൊർഫീച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ട എമൗണ്ട് എന്താണ്? എത്ര എമൗണ്ട് ആണ് ആകെ ഈ വ്യക്തി പേ ചെയ്തത്, ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ഷെയർ ഫൊർഫീച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. സോ ആകെ ഈ വ്യക്തിയുടെ ഉണ്ടായിരുന്ന ഷെയറുകളുടെ എണ്ണം എന്ന് പറയുന്നത് 200 ഷെയറുകളാണ്. ഓക്കെ, സോ 200 ഷെയർസ് ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ആൻഡ് അതിന് ആകെ ഇദ്ദേഹം എത്ര രൂപ അടച്ചു? 20 രൂപ അടച്ചു. അതായത് 200 ഷെയറിന് 20 രൂപ വെച്ചിട്ടാണ് ആകെ പേ ചെയ്തിരിക്കുന്നത്. ബാക്കി അലോട്ട്മെന്റ് മണിയോ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളോ ഒന്നും തന്നെ പേ ചെയ്തിട്ടില്ല. അപ്പോൾ ടോട്ടൽ ഇദ്ദേഹം പേ ചെയ്ത എമൗണ്ട് എത്രയാണ്? 200 × 20 വിച്ച് ഇസ് 4000. സോ ആകെ ഇദ്ദേഹം അടച്ചിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 4000 ആണ്. സോ ഈ ഒരു എമൗണ്ട് വേണം നമ്മൾ എവിടെ കാണിക്കാനായിട്ട്? ഷെയർ ഫൊർഫീച്ചർ അക്കൗണ്ടിൽ കാണിക്കാനായിട്ട്. ഓക്കെ, സോ നമ്മളുടെ ക്വസ്റ്റിനെ ചോദിച്ചിരുന്നു അത് തന്നെയാണ്, ഷെയർ ഫൊർഫീച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കേണ്ടുന്ന എമൗണ്ട് എത്രയാണ്? സോ ആകെ ഈ വ്യക്തി എത്ര എമൗണ്ട് ആണോ പേ ചെയ്തിരിക്കുന്നത് അത് വേണം നമ്മൾ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. സോ 200 ഷെയറുകൾക്ക് 20 രൂപ വെച്ച് 4000 രൂപയാണ് നമുക്ക് ഷെയർ ഫൊർഫീച്ചർ അക്കൗണ്ടിൽ കാണാനായിട്ട് സാധിക്കുക. സോ അതിൻ്റെ റൈറ്റ് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ പ്രോബ്ലം ഏരിയ ആണ്. സോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇത്തവണ നമ്മളോട് ഷെയർ ഫൊർഫീച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടുന്ന എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നെക്സ്റ്റ് ടൈം നമ്മളോട് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്ന എമൗണ്ട് എത്രയാണ്, ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നിങ്ങൾ പറ്റുന്നത് പോലെ ഈ പറയുന്ന പ്രോബ്ലം ഏരിയാസ് ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യണം. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ഹെൽപ്പ് യു ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.